ഇന്നൊരിച്ചിരി സ്പെഷ്യൽ ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ടൊരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ആളെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ നമ്മളെ നോക്കിയ ഒരാൾ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആരാണ് ഞാൻ വഴിയെ കാണിച്ചു തരാം. നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ വഴിക്ക് തന്നെ നമ്മൾ ഒരു മസാല ദോശ തട്ടാൻ വേണ്ടി കയറി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചു. രാവിലെ ഇതുകൊണ്ട് നല്ല രസമായിരുന്നു വഴിയൊക്കെ കാണാൻ. അപ്പോൾ ഇത് ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാക്കാണ് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്. അതായത് മണലാടി എന്നാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. വേറെ എവിടെയല്ല, നമ്മുടെ നേരത്തെ വികാരിയച്ഛനായിരുന്നു ഫാദർ ഏബിൾ ചിർമൽ. ഏബിളച്ഛൻ്റെ ഇപ്പോഴത്തെ പാരീഷിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ നമുക്ക് ഏബിളച്ഛൻ്റെ പള്ളിയിൽ പെരുന്നാൾ കുർബാനയ്ക്ക് ഞങ്ങൾക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടി കേട്ടോ, പാട്ട് പാടാൻ വേണ്ടി. അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് പ്രദക്ഷിണം ഇറങ്ങിയ സമയത്ത് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പുറത്ത് ഭാഗമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് ഓടിയും കയറുമായിരുന്നല്ലോ, അതുകൊണ്ടൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോട്ടയത്ത് ഇവിടെ എൻ്റെ വീട്ടിലൊക്കെ വരുന്ന പോലെ എന്നാൽ ശരിക്കും ചുറ്റും അങ്ങ് റബ്ബർ തോട്ടമൊക്കെ ആയിട്ടൊരു അങ്ങനത്തെ ഒരു വൈബ്. അങ്ങനെ അതെന്തെങ്കിലും ആട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനിത് നേർച്ചയാക്കിയിട്ട് കറങ്ങി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് വിളച്ചം തിരിച്ചു വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ബാൻസെറ്റൊക്കെ ഉണ്ടായിരുന്നു. ബാൻസെറ്റൊക്കെ കൂടി പിന്നെ സൂപ്പർ ലഞ്ചായിരുന്നു, ഒന്നും പറയാനില്ല. ഇത് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്കൊക്കെ കൊതി വരട്ടെ എന്ന് വിചാരിച്ചു എനിക്ക് കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച ഏബിളച്ചൻ ഒരു വലിയ താങ്ക്സ് പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. കുറച്ച് പുതിയ നല്ല മനുഷ്യരെ കാണാൻ പറ്റി, നല്ലൊരു സ്ഥലം കാണാൻ പറ്റി. ഇതൊക്കെയായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്ന് സ്വന്തം ദിവ്യ.